ഡിത്വ ചുഴലിക്കാറ്റിൻ്റെ ശക്തി കുറഞ്ഞു. എന്നാൽ ചെന്നൈ ഉൾപ്പെടുന്ന വടക്കൻ തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുകയാണ്. ചെന്നൈയിലും തിരുവള്ളൂരിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചെന്നൈ, തിരുവള്ളൂർ, ചെങ്കൽപ്പട്ട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചൊവ്വാഴ്ച അവധിയാണ്. ചെന്നൈയിൽ അതിശക്തമായ മഴ തുടരുന്നു. കനത്ത മഴയിൽ ചെന്നൈ നഗരത്തിൻ്റെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലായി. പലയിടത്തും വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങി. തിങ്കളാഴ്ച രാവിലെ തിരുവള്ളൂർ ജില്ലയിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ 7 മണിയോടെ മഴ കനത്തു. രാവിലെ മുതൽ ചെന്നൈ, കാഞ്ചീപുരം, തിരുവള്ളൂർ, റാണിപെട്ട് ജില്ലകളിൽ വ്യാപകമായി മഴ പെയ്തു. ഈ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. വിഴുപ്പുറത്ത് 55-കാരൻ ഷോക്കേറ്റ് മരിച്ചു. തമിഴ്നാട്ടിൽ മഴക്കെടുതിയിൽ മരണം 4ആയി. മോശം കാലാവസ്ഥയെ തുടർന്ന് ചെന്നൈയിൽ നിന്നുള്ള 47 വിമാന സർവീസുകൾ റദ്ദാക്കി. നാഗപട്ടണം, മയിലാടുതുറൈ പ്രദേശങ്ങളിൽ വ്യാപക കൃഷിനാശമുണ്ടായി. തൂത്തുക്കുടി വിമാനത്താവളത്തിൻ്റെ റൺവേയിൽ വെള്ളം കയറി. ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി എന്നിവിടങ്ങളിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഡിത്വ ചുഴലിക്കാറ്റ് ശ്രീലങ്കയിൽ ദുരിതം വിതച്ചു. ശ്രീലങ്കയിൽ 380 മരണമാണ് സ്ഥിരീകരിച്ചത്. 15,000 വീടുകൾ തകർന്നതായാണ് UN റിപ്പോർട്ട്. ദുരിതാശ്വാസ പ്രവർത്തനത്തിനിടെ കാണാതായ 5 ലങ്കൻ നാവികസേനാംഗങ്ങളുടെ മരണം സ്ഥിരീകരിച്ചു. ഒരാഴ്ചയായി ശ്രീലങ്കയിൽ മഴ തുടരുകയാണ്. വ്യാഴാഴ്ചയോടെ മഴ കനത്തു. തുടർന്ന് സ്കൂളുകൾക്കും ഓഫീസുകൾക്കും അവധി പ്രഖ്യാപിച്ചു. ഡാമുകളും നദികളും നിറഞ്ഞു കവിഞ്ഞു. പേമാരിയിൽ മരങ്ങൾ കടപുഴകി വീണു. മണ്ണിടിഞ്ഞും ഗതാഗതം തടസ്സപ്പെട്ടു. റെയിൽവേ ട്രാക്കുകളിലും മരങ്ങളും മണ്ണും വീണതോടെ ട്രെയിൻ ഗതാഗതവും സ്തംഭിച്ചു. രാജ്യത്ത് കടുത്ത കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്നതായി റിപ്പോർട്ടുണ്ട്. രാജ്യത്തിൻ്റെ 1/3 ഭാഗത്തും ഇപ്പോൾ കുടിവെള്ളം ലഭ്യമല്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിനൊപ്പം ആശയവിനിമയ സംവിധാനങ്ങളും തകർന്നു. ഡിസംബർ 4 വരെ ശ്രീലങ്കയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിസംബർ 16 വരെ സ്കൂളുകളും അടച്ചിടും.